രണ്ടാൾക്കാർ ചേർന്നിട്ട് തലയിൽ താജ്മഹൽ പണിത വീഡിയോ കേട്ടോ ഒന്ന് കാണുന്നേ. അങ്ങനെ ഞാനൊരു മുടി കെട്ടാൻ പോയൊരു കഥ കേട്ടോ. മുടി കെട്ടാനൊക്കെ പോയി, അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് അങ്ങനെ സമയത്തിന് ഒരു 5-10 മിനിറ്റ് മുന്നേ പോയി. അതുകൊണ്ടോ ഇങ്ങനെ ഈ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കണത്. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച്. ഇപ്പോഴത്തെ ഹെയർ കട്ടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ അറിയോ, അവരെന്നെ നമുക്ക് നല്ലോണം ഹെയർ വാഷൊക്കെ ചെയ്തെന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മസാജൊക്കെ ചെയ്യും കേട്ടോ. അപ്പം തന്നെ നല്ലൊരു ഉറക്കം വരുവേ. അങ്ങനെ ചേച്ചി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല രീതിക്ക് വാഷൊക്കെ ചെയ്ത് തന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും ഞാനൊരു ഹെയർ കട്ട് പറയും, പക്ഷെ അവരെനിക്ക് തരുന്നത് വേറെ എന്തോ ഒരു കട്ടാണ്. അതിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതെൻ്റെ ഹെയർ ആണേ, കുതിരവാല് പോലെ ഇല്ല കണ്ടിട്ട്. അവരൊക്കെ ചിരിച്ചിരുന്നേ, എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇതിനാണോന്നും എനിക്കറിയില്ല. മുടി കെട്ടിയത് 2 മിനിറ്റാണ്, പക്ഷേ ഹെയർ സ്റ്റൈൽ ചെയ്തതോ ഒരു 45 മണിക്കൂർ പോലെ ചെയ്തിട്ടുണ്ടാവുമേ. എൻ്റെ ആണെങ്കിൽ നല്ല ഡ്രൈ ഹെയർ ആയിരുന്നു. അയാളത് വലിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പറഞ്ഞ അയാളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടേ, പക്ഷെ ഞാൻ ചെയ്താലോ ഇങ്ങനെയൊന്നും അല്ല ആവുക. എന്താണെന്നാവോ, ചിലപ്പോൾ വല്ല മാജിക് എന്തെങ്കിലും ആവും. അങ്ങനെ അവർ കണ്ടോ പണിതുകൊണ്ടിരിക്കുകയാണേ, ഇതിലിങ്ങനെ ഇരുന്ന് കൊടുക്കാനും വേണം കേട്ടോ കുറച്ച് ക്ഷമ. ഒരാൾ ബാക്കിൽ നിന്ന് വലിക്കുന്നു, ഒരാൾ മുന്നിൽ നിന്ന് വലിക്കുന്നു. അങ്ങനെ എൻ്റെ ഫേസ് കണ്ടോ പാവമായിട്ട്. ഞാൻ മോസ്റ്റ്ലി ഒരാളാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഇതെന്താണെന്നറിയില്ല, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട്, നല്ല രീതിക്ക് വലിക്കുന്നുണ്ട്. തലയൊക്കെ വേദനിച്ചിരുന്നു. വലിച്ചതും പോരാഞ്ഞിട്ട് ഇതിൽ നടുവിൽ അവരെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് അല്ലാതെ ഹിന്ദി ഒന്നും ഒട്ടും അറിയില്ല. അവർ ഹിന്ദിയിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു, എന്നെക്കുറിച്ചാണോ പറയുന്നത്, എൻ്റെ ഹെയറിനെ കുറിച്ചാണോ പറയുന്നത്? അങ്ങനെയൊക്കെയാണല്ലോ മൈൻഡ്, അങ്ങനെ പലതും ചിന്തിക്കും. പക്ഷെ എനിക്കറിയില്ല കേട്ടോ എന്നെക്കുറിച്ചാണോ പറയുന്നതെന്നൊന്നും. അങ്ങനെ ഞാനതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു. സ്റ്റൈൽ ചെയ്ത് മുന്നിൽ ഞാൻ കുറച്ച് സ്റ്റൈലായൊക്കെ ചോദിച്ചിരുന്നു. അതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നത്. ലോങ് ഹെയർ ഉള്ളപ്പോൾ തോന്നും ഷോർട്ട് ഹെയർ മതി, ഷോർട്ട് ഹെയർ ആയാലോ ലോങ് ഹെയർ മതി എന്ന് തോന്നും. പെട്ടെന്ന് തലയിലൊക്കെ ഒഴിക്കാൻ എനിക്ക് ഷോർട്ട് ഹെയർ കേട്ടോ ഇഷ്ടം. ലോങ് ആണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല ഭംഗി എനിക്ക് തോന്നുന്നു ലോങ് തന്നെയാണെന്ന്. ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, മുടി വെട്ടിക്കളഞ്ഞു. എനിക്ക് മുടി വെട്ടിക്കളഞ്ഞാലും നല്ല രീതിക്ക് ഗ്രോ ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിയില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കണ്ടോ ഒരു സിനിമയിൽ സലീം കുമാറിനെ പോലെയല്ലേ എന്നെ കണ്ടിട്ട്? ഹൈവാ സ്റ്റൈൽ ചെയ്ത് പറക്കം തളികയത്തെ മണവാളനെ പോലെ മിടുക്കിയാക്കി എടുത്തിട്ടുണ്ടേ. അതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇത് കാണുന്നേ. കണ്ടോ എന്ത് ഭംഗിയുള്ള ചിരി. വാവ്, ഞാൻ തന്നെ എന്നെ കണ്ടിട്ട് അങ്ങനെ എന്ത് ഭംഗിയാന്നൊക്കെ നോക്കുന്ന ഒരു ഇതാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.